നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാക്കും സംസാരവുമാണ് ആശയവിനിമയത്തിനുള്ള ഏറ്റവും ശക്തമായ മാധ്യമം. എല്ലാവരും കുഞ്ഞുനാൾ മുതൽ സംസാരിച്ച് ശീലിക്കുന്നു. എന്നാൽ ഏത് സന്ദർഭത്തിൽ എന്ത് പറയണം, അത് എങ്ങനെ പറയണം എന്നറിയുന്നവർ കുറവാണ്. വാക്ക് അഗ്നിയെപ്പോലെയാണ്. ചൂടും പ്രകാശവുമാണ് അഗ്നിയുടെ സ്വഭാവം. അതുപോലെ നമ്മുടെ ഓരോ വാക്കും ചുറ്റുമുള്ളവർക്ക് അറിവും ആനന്ദവും പകരുന്നതായിരിക്കണം. എന്നാൽ പലരുടെയും വാക്ക് നനഞ്ഞ വിറക് പോലെയാണ്. നനഞ്ഞ വിറക് തീയിലിട്ടാൽ ഇരുളും പുകയും മാത്രമേ ഉണ്ടാക്കൂ. അശ്രദ്ധയോടെ പറയുന്ന വാക്കുകൾ നമുക്കും മറ്റുള്ളവർക്കും ദുഃഖം മാത്രമേ നൽകൂ. അതുകൊണ്ട് ശ്രദ്ധയോടെ മാത്രമേ ഓരോ വാക്കും ഉച്ചരിക്കാവൂ. ഒരു നല്ല വാക്ക് ശത്രുവിനെ പോലും മിത്രമാക്കും. എന്നാൽ തെറ്റായ ഒരു വാക്ക് മിത്രത്തെ പോലും ശത്രുവാക്കി മാറ്റും. അത്രയ്ക്കാണ് വാക്കിൻ്റെ ശക്തി. ആരോട് ഏത് സാഹചര്യത്തിൽ സംസാരിക്കുന്നു എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കുത്രാനൃതേപ്യപാപം യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം കോ ധർമ്മോഭിമതോ യഃ ശിഷ്ടാനാം നിജകുലീനാനാം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ്. ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി പ്രശ്നോത്തര രത്നമാലിക വിവരിക്കുന്നത് കേൾക്കാം. ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിൽ 47ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിലുൾപ്പെട്ട 118ാമത്തെ ചോദ്യം കുത്ര അനിർദേ അപി അപാപം എന്നായിരുന്നു. അനിർദേ അപി അസത്യത്തിലും അപാപം കുത്ര പാപമില്ലായിക എവിടെയാണ്? ലളിതമായി പറഞ്ഞാൽ നുണ പറഞ്ഞാലും പാപമില്ലാത്തത് എവിടെയാണ്? മറുപടി പറഞ്ഞു, യച്ചോക്തം ധർമ്മരക്ഷാർത്ഥം. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന അസത്യം പാപകരമല്ല. ഈ വിഷയം സാമാന്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അസത്യം പറയരുത്. സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ എന്നതിന് എല്ലാ സത്യവും എല്ലായിടത്തും എല്ലാവരോടും പറയണമെന്നർത്ഥമില്ല. ദേശകാല പരിശോധന ചെയ്ത് പറയേണ്ടതാണെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാരണവശാലും അസത്യം പറയരുത്. ഇതാണ് ശ്രുതിയുടെ പക്ഷം. എന്നാൽ സ്മൃതി പലപ്പോഴും അസത്യം പറയാൻ അനുവാദം നൽകുന്നു.
ആ അനുവാദങ്ങളെ മുഴുവൻ സമാഹരിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് ധർമ്മരക്ഷാർത്ഥം പറയുന്ന അസത്യം പാപകരമല്ല, അത് പാതകം എന്നുള്ള ഒരു വിഭാഗത്തിൽ വരില്ല എന്നർത്ഥം. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സമാജത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ, ആ സമാജം ചിലപ്പോൾ കുടുംബമാകാം, കുലമാകാം, അങ്ങനെ വേണ്ടി പറയുന്ന അസത്യം തന്നെയാണത്. പക്ഷെ അത് പാപകരമാകുന്നില്ല എന്നാണ് പക്ഷം. ഇത് തീർത്തും വ്യാവഹാരികമായ ഒരു സ്മാർത്ഥ പക്ഷമായിട്ടേ കൂട്ടാൻ പറ്റൂ. ഇതിലൊരു നിർണയം നമുക്ക് എടുക്കാൻ സാധ്യമല്ല. കാരണം ശ്രുതിയും സ്മൃതിയും വിരുദ്ധത വന്നാൽ ശ്രുതി തന്നെയാണ് പ്രാമാണികമായിട്ടുള്ളത്, ശ്രുതിയെ തന്നെയേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. എന്നാൽ ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനഭൂതന്മാരായ മഹാപുരുഷന്മാർ ധർമ്മ സംസ്ഥാപനാർത്ഥം അസത്യവചനത്തിന് പ്രേരിപ്പിച്ചത് നമുക്ക് കാണാം. ഉദാഹരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ അസത്യവദനത്തിന് യുധിഷ്ഠിരന് പ്രേരണ കൊടുത്തത് നമുക്കറിയാം. അപ്പം അവിടെയൊക്കെ ഇതാണ് ന്യായം, ധർമ്മരക്ഷാർത്ഥമാണത്, അത് പാപകരമല്ല എന്നുള്ളത് എടുക്കേണ്ടി വരും. ഏതായാലും തർക്കവിഷയമായി തന്നെ ശേഷിക്കും, നമ്മൾ നിർണയത്തിലേക്ക് എത്താൻ സാധ്യമല്ല ഈ വിഷയത്തിൽ. അതുകൊണ്ട് ആരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. എന്നാൽ ധർമ്മരക്ഷാർത്ഥം നുണ പറയുന്ന ഒരാൾ മറ്റൊരവസരത്തിൽ നുണ പറയില്ലെങ്കിൽ അയാളെ വിശ്വസിക്കാം എന്നർത്ഥം. ഇതാണ് രണ്ട് ചോദ്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം. ധർമ്മം എന്താണ്? അപ്പം ധർമ്മരക്ഷാർത്ഥം നുണ പറയാം, അല്ലെങ്കിൽ നുണ പറഞ്ഞാൽ പാപകരമല്ല എന്ന് പറഞ്ഞു. ധർമ്മരക്ഷാർത്ഥം നുണ പറയുന്നവനെ വിശ്വസിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം കോനപ്രത്യേതവ്യ, ആരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിന് അനൃതം ശശ്വത് ബ്രൂത, എപ്പോഴും നുണ പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നുണ പറയുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം? അപ്പോഴാണ് പറഞ്ഞത് ധർമ്മരക്ഷാർത്ഥം നുണ പറഞ്ഞാൽ അത് പാപമാവില്ല എന്ന്. അപ്പോഴാണ് ചോദ്യം വരുന്നത്, എന്താണ് ധർമ്മം? അപ്പം ഇതിനു മുമ്പ് പലപ്പോഴും എന്താണ് ധർമ്മമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അഭ്യുദയ നിശ്രേയസാർത്ഥമാണ് ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ വീണ്ടും അതേ ചോദ്യം വരികയാണ്, കോ ധർമ്മ, എന്താണ് ധർമ്മം? മറുപടി, അഭിമതഃ യഹ ശിഷ്ടാനാം നിജകുലീനാനാം, ശിഷ്ടന്മാർക്കും നിജകുലീനന്മാർക്കും അഭിമതമായതെന്തോ അതാണ് ധർമ്മം. അപ്പോൾ ശിഷ്ടന്മാർക്ക് സമ്മതമായത്, അഭിമതമായത് സമ്മതമായത്. അപ്പോൾ ശിഷ്ടന്മാരെന്ന് പറഞ്ഞാലോ സജ്ജനങ്ങൾ, വേദജ്ഞന്മാർ, ധർമ്മശാസ്ത്ര മർമ്മമറിഞ്ഞവർ. അപ്പോൾ വേദജ്ഞന്മാർ, ധർമ്മശാസ്ത്രത്തിൻ്റെ മർമ്മമറിഞ്ഞവരായ ശിഷ്ടന്മാർ, ശ്രേഷ്ഠന്മാർ എന്തിനെയാണോ സമ്മതിച്ചിട്ടുള്ളത് ഇതാണ് പാലിക്കേണ്ടത്, ഇത് പാലിച്ചുകൂടാ, അതാകുന്നു ധർമ്മം. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയം, ശിഷ്ടന്മാർക്ക് അഭിമതമായതെന്ന് പറയുമ്പോൾ അത് ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഒരു ദേശത്തിന് വേണ്ടി ശിഷ്ടന്മാരുണ്ടാക്കിയ നിയമം മറ്റൊരു ദേശത്ത് പ്രായോഗികമായിക്കൊള്ളണമെന്നില്ല. അപ്പം ദേശകാലാദി ഭേദമനുസരിച്ച് ശിഷ്ടന്മാരുടെ ഉപദേശങ്ങൾക്ക് മാറ്റം വരും. ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിൻ്റെ മർമ്മജ്ഞന്മാരായ ധർമ്മതത്വജ്ഞ എന്ന് നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള വൃദ്ധന്മാരിൽ നിന്ന് യഥാദേശം അഥവാ യഥാകാലം ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പോൾ അഭിമതഃ ശിഷ്ടാനാം, അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിജകുലീനാനാം. അപ്പം തൻ്റെ കുലത്തിൽപ്പെട്ടവർക്ക് അഭിമതമായത്. അപ്പോൾ കുലത്തിൽപ്പെട്ടവർക്ക് അഭിമതമായതെന്ന് പറയുമ്പോൾ കുലത്തിൽപ്പെട്ട എല്ലാവർക്കും അഭിമതമായതല്ല, കുലത്തിലെ ശിഷ്ടന്മാർക്ക്. അപ്പോൾ ഓരോ കുലത്തിനും ഇന്ന കുലത്തിന് ഇന്നത് കർത്തവ്യമാണ്, ഇന്നത് അകർത്തവ്യമാണ്, ഇത്ര കർത്തവ്യമാണ്, ഇത്ര അകർത്തവ്യമാണെന്ന വിധത്തിൽ അതത് കുലത്തിലെ ശിഷ്ടന്മാരായ മഹാജനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അതാണ്
ആ കുലത്തെ സംബന്ധിക്കുന്ന ധർമ്മം. അങ്ങനെ കുലരക്ഷണത്തിന് വേണ്ടി ഉള്ളതെന്തോ അതിനെ കുലധർമ്മമെന്ന് മനസ്സിലാക്കുക. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം അമൃതേശ്വരിയെ നമഃ. കൊറോണ കാലത്ത് നടന്ന ഒരു സംഭവം പറയട്ടെ. അന്ന് ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. വീട്ടിലെ അമ്മയുടെ പിറന്നാളായിരുന്നു. കൊറോണയുടെ കാലമായിരുന്നതിനാൽ യാത്രയ്ക്ക് വിലക്ക് വന്നിരുന്നു. അതിനാൽ അമ്മയ്ക്ക് ബന്ധുക്കളുമായി കൂടാനോ പിറന്നാൾ ആഘോഷിക്കാനോ സാധിച്ചില്ല. അതിന് പകരം അമ്മയും അച്ഛനും കൂടെ കടപ്പുറത്ത് നടക്കാൻ പോയി. അവർ കുറച്ച് സാൻഡ്വിച്ചസ് ഉണ്ടാക്കി കൂടെ കൊണ്ടുപോയി. ഉച്ചയ്ക്ക് അവരൊരു ബെഞ്ചിലിരുന്നു. കഴിക്കാൻ നേരവും അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. വീട്ടിലെ അമ്മ തലേ ദിവസം നടന്ന ഒരു കാര്യം ഓർത്തു. അമ്മയുടെ കയ്യിൽ ഒരു സാൻഡ്വിച്ച് പിടിച്ച് തിരിഞ്ഞിരുന്ന് അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് ആരോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ കടൽക്കാക്ക പറന്നു പോകുന്നു. വിജയശ്രീലാളിതനായി പറന്നു പോകുന്നു. അവൻ്റെ കൊക്കിൽ മോഷ്ടിച്ച സാൻഡ്വിച്ച്. അമ്മയ്ക്ക് അത്ഭുതം തോന്നി. എന്തൊരു ധൈര്യമാണ് ഈ കടൽക്കാക്ക കാട്ടിയത്. അവർ ഇരിക്കുന്നതിനടുത്ത് ചുറ്റും ധാരാളം കടൽക്കാക്കകൾ ഉണ്ടായിരുന്നു. നല്ല ബലമുള്ള കൂർത്ത മുന പോലെയുള്ള കൊക്കുകൾ. കണ്ണുകളാണെങ്കിലോ നടന്നു പോകുന്നവരുടെ എല്ലാവരുടെയും കയ്യിലെ ഭക്ഷണം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വീട്ടിലെ അമ്മയെക്കുറിച്ച് വിഷമിക്കുക ഒന്നും വേണ്ട കേട്ടോ. അച്ഛൻ്റെ സാൻഡ്വിച്ച് അമ്മയുമായിട്ട് പങ്കുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഒരാൾ അവിടെ വന്ന് കുറച്ച് അകലെയിരുന്നു. കണ്ടാൽ അറിയാം ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ വിറ്റു നടക്കുന്ന ഒരു സാധുവാണെന്ന്. ആരോ അദ്ദേഹത്തിന് നല്ലൊരു സാൻഡ്വിച്ചും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൊടുത്തിരുന്നു. പേപ്പർ കവറിൽ നിന്ന് ആ സാൻഡ്വിച്ച് വളരെ ശ്രദ്ധയോടെ ആ മനുഷ്യൻ ഊരി. വീട്ടിലെ അമ്മ വിളിച്ചു പറഞ്ഞു, സൂക്ഷിച്ചോളൂ കേട്ടോ, കടൽക്കാക്കകൾ സൂക്ഷിച്ചോളൂ, അവർക്ക് നല്ല വിശപ്പുണ്ട്. അയാൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഉറപ്പാക്കിക്കൊള്ളൂ, എൻ്റെ ഭക്ഷണം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് പതുക്കെ ആ ഫ്രഞ്ച് ഫ്രൈസ് ഓരോന്നോരോന്നായി എടുത്ത് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെച്ചു, വളരെ ശ്രദ്ധയോടെ. കടൽക്കാക്കകൾ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ അത്രമാത്രം ശ്രദ്ധാലുവായ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുവാൻ തന്നെ പക്ഷികൾക്ക് ഒരവസരം പോലും കിട്ടിയില്ല. ഒന്നും തട്ടിപ്പറച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. ഭക്ഷണം മുഴുവൻ തയ്യാറാക്കിയതിന് ശേഷം കടൽക്കാക്കകളുടെ നിരാശ കണ്ട് അദ്ദേഹം 3-4 ഫ്രഞ്ച് ഫ്രൈസ് അവർക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞു, അയാൾ കഴിക്കുന്നത് കണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നുവെന്ന്. എൻ്റെ ശ്രദ്ധ വേറെവിടെയോ ആയിരുന്നു. ഞാൻ തിരക്ക് പിടിച്ച് അത് ചെയ്തും ഇത് ചെയ്തും അങ്ങോട്ട് നോക്കിയും ഇങ്ങോട്ട് നോക്കിയും ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധിച്ചില്ല. എൻ്റെ കയ്യിൽ എൻ്റെ സാൻഡ്വിച്ച് ഇരുന്നെങ്കിലും എൻ്റെ മനസ്സ് വേറെവിടെയോ ആയിരുന്നു. കടൽക്കാക്കകളാവട്ടെ ആ നിമിഷത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. എന്നാൽ ആ ഉന്തുവണ്ടിക്കാരൻ്റെ അടുത്ത് അവർക്കൊരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ നിമിഷത്തിലായിരുന്നു. യോഗവാസിഷ്ഠത്തിൽ പറയുന്നു, വർത്തമാനം അനായാസം ഭജദ്വാഹ്യ ധിയാക്ഷണം ഭൂതം ഭവിഷ്യത് ഭജദ്യാതി ചിത്തം അചിത്തതാം. സാവധാനത്തിൽ നിഷ്പ്രയാസം നമ്മുടെ ശ്രദ്ധ ഈ നിമിഷത്തിൽ ഇരുത്തുക. നമ്മുടെ മനസ്സിനെ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തികളെല്ലാം തന്നെ, തെറ്റിദ്ധാരണകളെല്ലാം തന്നെ നമ്മളെ വിട്ടുപോവും. നമുക്ക് ചുറ്റും എന്നും ധാരാളം കടൽക്കാക്കകളില്ലേ? അതാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിഭ്രാന്തികൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, നമ്മുടെ പരിഭവങ്ങൾ. കഴിഞ്ഞുപോയ നമ്മുടെ ദിനങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ വില ഇരുത്തിയും ഓരോ കടൽക്കാക്കകളെ സൃഷ്ടിക്കുന്നു.
അവയാണ് ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം നമ്മളിൽ നിന്ന് കട്ടുകൊണ്ടുപോകുന്നത്. വീട്ടിൽ അമ്മയുടെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് കട്ടെടുത്ത് കൊണ്ടുപോയ പോലെ ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യം ചിന്തകളാകുന്ന കടൽക്കാക്കകൾ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നു. അമ്മ പറയുന്നു, മക്കളെ, നമ്മുടെ മനസ്സ് വളരെ അപൂർവമാണ് ഈ നിമിഷത്തിൽ നിൽക്കുന്നത്. മിക്കവാറും അത് കഴിഞ്ഞു പോയ കാലത്തിലോ വരാൻ പോകുന്ന ഭാവിയിലോ ആയിരിക്കും തങ്ങി നിൽക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചിലവാക്കാൻ നമുക്കുള്ള പൈസ പോലെയാണ് ഓരോ നിമിഷവും. നമുക്കത് വിവേകത്തോടെ ചിലവാക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ചിലവാക്കാം. ഈ നിമിഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഓരോ നിമിഷവും വിവേകത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. ഇന്നലെകളെക്കുറിച്ച് വിവലാതിയും വേണ്ട, നാളെയെക്കുറിച്ച് ആശങ്കയും വേണ്ട. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നൽകുന്ന ശ്രദ്ധയും ഏകാഗ്രതയുമാണ് ഈ നിമിഷത്തിനെ ഫലപ്രദമാക്കി തീർക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആകണം. ഒരു സാൻഡ്വിച്ച് കഴിക്കുന്നതിൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അമ്മ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. കൃപ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവർക്കും ഈ ദൗത്യത്തിൽ വിജയിക്കാൻ. ഓം അമൃതേശ്വരിയേ നമഃ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അറബിക്കടലിന്റെ തീരത്തു മലയാള മഴ പെയ്യും മംഗളക്ഷേത്രം. കലിതുള്ളും കടലിൻ കടിഞ്ഞാൺ പിടിക്കുന്ന കലിയുഗ ദുർഗാക്ഷേത്രം. ഇത് ശംഖും മുഖം ദേവി ക്ഷേത്രം. അറബിക്കടലിന്റെ തീരത്തു മലയാള മഴ പെയ്യും മംഗളക്ഷേത്രം. കലിതുള്ളും കടലിൻ കടിഞ്ഞാൺ പിടിക്കുന്ന കലിയുഗ ദുർഗാക്ഷേത്രം. ഇത് ശംഖും മുഖം ദേവി ക്ഷേത്രം. പാടിച്ച് സന്തതിയുടെ ദോഷങ്ങൾ ഒഴിയാൻ നാഗരാജാവ് നാഗേക്ഷിയമ്മതിനു മുൻപാകെ ശത്രുബാധൽ അകറ്റണമേ, വിഷഭയങ്ങൾ ഒഴിയണം, വ്യാകൃതോഷം അവതാര ഭൃഗുരാമൻ ഹൃദയ പ്രതിഷ്ഠ ചെയ്താദ്യമായി പൂജിച്ചൊരമ്മേ. അവതാര ഭൃഗുരാമൻ ഹൃദയ പ്രതിഷ്ഠ ചെയ്താദ്യമായി പൂജിച്ചൊരമ്മേ. കടലെടുക്കാതെ ഈ മക്കൾ തൻ ജീവിതം കാത്തുരക്ഷിക്കുന്നൊരമ്മേ. കാർത്തിക നിൻ പിറന്നാള്, നിന്റെ കീർത്തിയോ തൂവെണ്ണിലാവ്. അറബിക്കടലിന്റെ തീരത്തു മലയാള മഴ പെയ്യും മംഗളക്ഷേത്രം. കലിതുള്ളും കടലിൻ കടിഞ്ഞാൺ പിടിക്കുന്ന കലിയുഗ ദുർഗാക്ഷേത്രം. ഇത് ശംഖും മുഖം ദേവി
വെള്ളത്തിനുപ്പുരസം, കണ്ണീരിനും ദേവി ഉപ്പുരസം. മക്കൾ തൻ പൈതാഹമാറ്റാൻ ഭഗവതി മുറ്റത്തു കാരുണ്യ ചക്രതീർത്ഥം. ഉയിരിന്റെ ഉറവയാമേ ഉദയപ്രഭാത പ്രണാമം. ഉയിരിന്റെ ഉറവയാമേ ഉദയപ്രഭാത പ്രണാമം. ശംഖും മുഖത്തെ പിതൃബലി കർമ്മത്തിൽ സന്തോഷമാർന്നു പിതൃക്കൾ. ശംഖും മുഖത്തെ പിതൃബലി കർമ്മത്തിൽ സന്തോഷമാർന്നു പിതൃക്കൾ. കർക്കടകത്തിൽ അമാവാസി നാളിലാ സ്വർഗസ്ഥർ നൽകി വരങ്ങൾ. എല്ലാത്തിനും ദേവി സാക്ഷി, അമ്മ എന്നെയും പ്രാർത്ഥനയാക്കി. അമ്മ എന്നെയും പ്രാർത്ഥനയാക്കി. കടലിന്റെ വെള്ളത്തിനൊപ്പുരസം, കണ്ണീരിനും ദേവി ഉപ്പുരസം. മക്കൾ തൻ പൈതാഹമാറ്റാൻ ഭഗവതി മുറ്റത്തു കാരുണ്യ സന്ധ്യകൾ ചുറ്റുവിളക്കുവയ്ക്കും. ശംഖും മുഖത്തമ്മ നടത്തുവക്കും. സംക്രമ സന്ധ്യകൾ ചുറ്റുവിളക്കുവയ്ക്കും. ശംഖും മുഖത്തമ്മ നടത്തുറക്കും. ദീപാരാധനയ്ക്കായിരം നക്ഷത്ര ജ്വാലകളമ്മയെ തിരിയുഴിയും. കൈത്തൊഴാം കൈത്തൊഴാം കാരുണ്യക്കടലമ്മേ, കൺകണ്ടൊരഭയമേ കനിയണം.